ഈ സമയത്ത് ഹനുമാനയുടെ ഒരു ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻ്റർവ്യൂവർ ഹനുമാനയുടെ അടുത്ത് ചോദിക്കുകയാണ്, 5 വർഷം മുന്നേ ഹനുമാന് തന്നെ പറഞ്ഞിരുന്നു ബംഗാമി എന്ന കുട്ടിയെ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്. പിന്നെ എന്തിനാണ് ഇപ്പോൾ ബംഗാമിയുടെ സ്റ്റോറി സിനിമയാക്കിയിട്ട് അതിൽ അഭിനയിക്കാനായിട്ട് തീരുമാനിച്ചത് എന്ന് ചോദിക്കുകയാണ്. ആ ഒരു ചോദ്യത്തിന് വളരെ വിദഗ്ധമായിട്ടാണ് ഹനുമാനി റിപ്ലൈ കൊടുക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമായിരുന്നു ദാമിയെ ശരിക്കും പെടുത്തിയതാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അങ്ങനെ പെടുത്തിയവരെ ഒരു പാഠം പഠിക്കണം. അതിനു വേണ്ടിയിട്ട് ആ സത്യങ്ങളൊക്കെ പുറത്തു വരാനായിട്ടാണ് ഇങ്ങനൊരു സിനിമ ചെയ്യാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. അടുത്തത് റാഹിയോടുള്ള ചോദ്യമായിരുന്നു. റാഹിയോടും ഇതുപോലെ തന്നെ ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. അതായത് 5 വർഷം മുന്നേ റാഹിയുടെ അടുത്ത് ദാമിനെ പറ്റി ചോദിക്കുമ്പോഴൊക്കെ ദാമിയെപ്പറ്റി വളരെ നെഗറ്റീവായിട്ടായിരുന്നു റാഹി പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ പ്രാവശ്യം ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചുവെന്ന് റാഹിയും പറയുന്നത് ഇത് തന്നെയാണ്. ആ സമയത്ത് ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദാമിയുടെ കാര്യത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് തോന്നുള്ളൂ എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സത്യങ്ങളൊക്കെ അറിയുന്നതും അതുകൊണ്ട് ഇതൊക്കെ പുറത്ത് വരണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന് പറയുന്നതും ഒക്കെ. അതിനുശേഷം റിപ്പോർട്ടർ 2 പേരോടായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഇതായിരുന്നു, അതായത് ദാമിയായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സോങ്ചൻ ഗ്രൂപ്പ് പിന്നിലായി പ്രവർത്തിച്ചിരുന്നു എന്ന് കേട്ടല്ലോ, ആ ഒരു റൂമർ സത്യമാണോ എന്ന് 2 പേരുടെ അടുത്തായിട്ട് ചോദിക്കുകയാണ്. ആ ഒരു ചോദ്യം കേട്ട സമയത്ത് അവർ 2 പേരും പരസ്പരം ഒന്ന് നോക്കിയതിന് ശേഷം അതെ, ഞങ്ങൾ വിശ്വസിക്കുന്നത് സോങ്ചൻ ഗ്രൂപ്പ് ഈ ഒരു കേസിൽ ഇൻവോൾവ് ആണ് എന്ന് തന്നെയാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ ആ ഒരു ടേബിളിലിരുന്ന ഫയലിലേക്ക് നോക്കുകയാണ്. അതേ ഫയൽ തന്നെയായിരുന്നു മാത്യു അവർക്ക് കൊടുത്തിരുന്നത്. അതായത് ഇൻ്റർവ്യൂവർ ഏത് ടൈപ്പ് ചോദ്യം ചോദിച്ചാലും അതിനകത്ത് തന്നിരിക്കുന്ന ഉത്തരങ്ങൾ മാത്രമേ പറയാവുള്ളൂ എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനനുസരിച്ചാണ് സോങ്ചൻ ഗ്രൂപ്പ് ശരിക്കും അതിൽ ഇൻവോൾവ് ആണ് എന്ന് തന്നെ അവർ റിവീൽ ചെയ്തത്. അതിനുശേഷം റിപ്പോർട്ടർ ചോദിക്കുകയാണ്, ഈ സമയത്ത് നിങ്ങൾക്ക് സോങ്ചൻ ഗ്രൂപ്പിനോട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് റാഹി സോങ്ചൻ ഗ്രൂപ്പിനെ പരസ്യമായിട്ട് ചോദിക്കുകയാണ് ദാമിയെ ആരാണ് കൊന്നതെന്ന്. അതേസമയം മാത്യു പറഞ്ഞതനുസരിച്ച് ജിൻമോ ഇങ്ങനെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ കമൻ്റ് ഇട്ട് ഇതാക്കാനായിട്ട് ഒരുപാട് പേരെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ അവൻ ഏർപ്പെടുത്തിയതുപോലെ തന്നെ അവരെല്ലാവരും കമൻ്റ് ഇട്ട് ആ ഒരു ഇൻ്റർവ്യൂ വൈറലാക്കുകയാണ്. അങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ ലോകമെമ്പാടും എത്തുകയാണ്. ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തതിന് ശേഷം ഒരുപാട് യൂട്യൂബേഴ്സ് റിവ്യൂ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദാമിയുടെ കേസിൽ ഈ ഒരു യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ എടുത്തിട്ട് എങ്ങനെയാണോ അത് പ്രശ്നം വഷളാക്കിയത് അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂ വൈറലാക്കുകയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്, അതായത് റാഹി പരസ്യമായിട്ട് സോങ്ചൻ ഗ്രൂപ്പിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. കൂടാതെ സോങ്ചൻ ഗ്രൂപ്പിലെ ചെയർമാൻ ഷിമ്മ ഇപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വന്നിരിക്കുകയാണ് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് അങ്ങ് വിടുകയാണ്. നല്ല രീതിയിൽ സോങ്ചൻ ഗ്രൂപ്പിനെ നെഗറ്റീവ് ആക്കാനായിട്ടും ഇവർക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ സോങ്ചൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ചെയർമാൻ ഷിമ്മിൻ്റെ എതിരെ എല്ലാവരും റിപ്പോർട്ടേഴ്സും ഒക്കെ വന്നിട്ട് വളയാണ്. എല്ലാവരും ചെയർമാൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ദാമിയെ ആരാണ് കൊന്നത്. ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന പോലെ തന്നെ സോങ്ചൻ ഗ്രൂപ്പ് ശരിക്കും ദാമിയുടെ കേസിൽ ഇൻവോൾവ് ആണോ എന്നൊക്കെ ചോദിച്ച് സത്യം തിരക്കാണ് റിപ്പോർട്ടേഴ്സ്. ഇതൊക്കെ കണ്ട് ആകെ ടെൻഷനായിട്ട് ചെയർമാൻ ഷിമ്മ നേരെ അവിടെ നിന്ന് മാറിയതിന് ശേഷം തൻ്റെ സെക്രട്ടറിയുടെ അടുത്ത് നാമിനെ വിളിക്കാനായിട്ട് പറയുകയാണ്. കാരണം ആ ഒരു സമയത്ത് നാം പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം ഓർത്തിട്ടുണ്ടായിരുന്നു. നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കമ്പനിക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രശ്നം വരാൻ പോവുകയാണ്, സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ചെയർമാൻ ഷിമ്മ നാമിനെ വിളിക്കാനായിട്ട് ഓർഡർ കൊടുക്കുകയാണ്. അതേസമയം ജിൻമോ വളരെയധികം സങ്കടത്തിലും ദേഷ്യത്തിലുമായിരുന്നു. കാരണം പെങ്ങി ഹനനെ കൊണ്ട് എങ്ങോട്ടാണ് പോയെന്നുള്ള കാര്യം ജിൻമോയ്ക്ക് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ അവരെ ഓർത്ത് ജിൻമോ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പെങ്ങിയുടെ കോൾ വരികയാണ്. കോൾ എടുക്കുന്ന ജിൻമോയുടെ അടുത്ത് പെങ്ങി പറയുകയാണ് ഒരു ഹോസ്പിറ്റലിലെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരണം എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ ജിൻമോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അവിടെ പെങ്ങിയെ കാണുന്ന ജിൻമോ ശരിക്കും ഓടി ചെന്നിട്ട് അവളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവളുടെ മുഖത്തെ സങ്കടം കണ്ടിട്ട് ജിൻമോ ദേഷ്യപ്പെടാതെ അവളുടെ അടുത്ത് ഇരിക്കുകയാണ്. പെങ്ങി അന്നേരം പറയുകയാണ് എനിക്ക് മറ്റാരെ വിളിക്കണമെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ച് വരുത്തിയത് എന്ന് പറയുകയാണ്. ആ സമയത്ത് ജിൻമോ പറയുകയാണ് നീ ശരിയായ കാര്യം തന്നെയാണ് ചെയ്തത്, വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പുറത്ത് ജിൻമോയെ ഫോളോ ചെയ്തിട്ട് ആരോ ഒരാൾ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം ചെയർമാൻ ഷിമ്മ നാമിനെ വിളിച്ചിട്ട് നാമിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് എനിക്ക് എങ്ങനെ എൻ്റെ ജീവിതവും എൻ്റെ കമ്പനിയും തിരിച്ചു പിടിക്കാം, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ എനിക്ക് എൻ്റെ കമ്പനി തിരിച്ചു കൊണ്ടുവരാം എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നാം പറയുകയാണ് പറ്റില്ല സാർ, നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ കമ്പനി ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ഒരു യുദ്ധത്തിൻ്റെ അവസാനം നിങ്ങൾക്കൊരിക്കലും ജയിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. ഇതൊക്കെ ഉണ്ടായത് ആ ഒരാൾ കാരണമാണ്. ആ ഒരാൾ തന്നെയല്ലേ സാറിൻ്റെ വിശ്വാസം കളഞ്ഞത്, കൂടാതെ സാറിൻ്റെ ഭാര്യയെ കൊന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ചെയർമാൻ ശരിക്കും ഷൗട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് എണീക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം തൻ്റെ സെക്രട്ടറിയെ വിളിച്ചതിന് ശേഷം തിക്കി താക്കയുടെതിരെ ഒരു യുദ്ധം തന്നെ പ്രഖ്യാപിക്കുകയാണ്. സോങ്ചൻ ഗ്രൂപ്പിലെതിരെ പ്രവർത്തിച്ച തിക്കി താക്കയ്ക്ക് ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തന്നെ ചെയർമാൻ ഷിമ്മ ഉറപ്പിച്ചിരുന്നു.
ഇത് കാണുന്ന നാം ശരിക്കും മനസ്സുകൊണ്ട് സന്തോഷിക്കുകയാണ്. കാരണം മാത്യു അവന് കൊടുത്ത ടാസ്കും ഇത് തന്നെയായിരുന്നു. ചെയർമാൻ ഷിമ്മിനെ മാക്സിമം പ്രൊവോക്ക് ചെയ്തിട്ട് തിക്കിറ്റാക്കക്കെതിരെ ഒരു യുദ്ധത്തിന് പുറപ്പെടുവിക്കുക എന്നുള്ളത്. അതിനുശേഷം ഹോസ്പിറ്റലിലെ സീനാണ് കാണിക്കുന്നത്. അവിടെ ഹന്നയും ഹൻമോണിയുടെ അമ്മയും കാണിക്കുന്നുണ്ട്. ആ ഒരു ചെറിയ ആക്സിഡൻറ്റിൽ ഹന്നയുടെ കാലിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ഹൻമോണിയുടെ അമ്മയ്ക്ക് വലിയ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ജിൻമോ ആ സമയത്ത് ഭംഗിയുടെ അടുത്ത് പറയാണ്, നീ കുറച്ച് നാൾ ഹന്നയുടെ കൂടെ അബ്രോഡ് പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്താമെന്ന് പറയാണ്. അങ്ങനെ ജിൻമോ അവിടെ നിന്ന് പോകാൻ നേരത്ത് സ്നേഹത്തോടെ തന്നെ ഭംഗി ജിൻമോയുടെ അടുത്ത് ബായ് പറഞ്ഞു വിടുകയാണ്. ഭംഗി അതിനുശേഷം ഹന്നാൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഹന്ന നോക്കി ചെല്ലുന്ന ഭംഗിയെ കാണുകയാണ്. ഹന്നയുടെ അടുത്ത് ആ ഒരു ആൾ, ജിൻമോയെ ഫോളോ ചെയ്ത് വന്ന ആ ഒരാൾ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ആ ആളുടെ ചെരുപ്പ് നോക്കുന്ന സമയത്ത് ദോഹുക്കിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ദിവസം കെ ഇട്ടിരുന്ന ഒരു ഷൂസ് ആയിരുന്നു അത്. ഭംഗി അവിടെ വന്നതിന് ശേഷം ഹന്നനെ പേര് വിളിക്കുന്ന സമയത്ത് അയാൾ അവിടുന്ന് എണീറ്റിട്ട് പോവാണ്. പിന്നീട് റാഹിയാണ് കാണിക്കുന്നത്. റാഹി തൻ്റെ ഫോൺ എടുക്കുന്ന സമയത്ത് കങ്ങിൻ്റെ മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി നീ ആലോചിച്ചോ എന്ന് ചോദിക്കുകയാണ് കങ്ങ്. ആലോചിച്ചിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് മറുപടി തരണം എന്നാണ് കങ്ങ പറഞ്ഞിരുന്നത്. അതിനുശേഷം മാത്യുവിനും ദോഹുക്കിനെയാണ് കാണിക്കുന്നത്. ദോഹുക്ക് മാത്യുവിൻ്റെ അടുത്ത് കങ്ങിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുകയാണ്. മാത്യു പറയാണ്, ഞാൻ പിന്നെ അതിലേക്ക് നോക്കിയില്ല. എങ്ങാനും കങ്ങ് നമ്മൾ ചതിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്കില്ല. നിനക്ക് വേണമെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഐപാഡ് ദോഹുക്കിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ദോഹുക്ക് ആ സമയത്ത് കെയുടെ ഷൂവിൽ നിന്ന് പറിച്ചെടുത്ത ആ ഒരു സാധനം എടുത്തിട്ട് മാത്യുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. മാത്യു ഇത് കണ്ടിട്ട് പറയാണ്, ഇത് ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലെതറാണല്ലോ, ഇത് കൊറിയയിൽ പോലും കിട്ടില്ല, നീ എന്തായാലും ഇത് സൂക്ഷിച്ച് വെച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു റൂമിൽ നിന്ന് തന്നെ മാത്യു പോവാണ്. മാത്യു ഇവിടുന്ന് പോയതിന് ശേഷം മാത്യുവിൻ്റെ ഐപാഡ് എടുത്തിട്ട് ദോഹുക്ക് കങ്ങിനെ ലൊക്കേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു ഐപാഡ് തുറന്നു നോക്കുന്ന ദോഹുക്ക് ശരിക്കും ഞെട്ടിപ്പോവാണ്. അവിടെ കങ്ങിനെയാണ് കാണുന്നത്. കങ്ങ് കൂടാതെ റാഹിയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. മാത്യു വരുന്നതിന് മുന്നേ മാത്യു കാണാതെ ആ ഒരു ഫുട്ടേജ് ദോഹുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാണ്. അതിനുശേഷം ചെയർമാൻ ഷിമ്മിനെയാണ് കാണിക്കുന്നത്. ചെയർമാൻ ഷിമ്മ ഒരുപാട് വലിയ വലിയ ആൾക്കാരുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാം അവിടെ മാറി നിന്നതിന് ശേഷം ഈ ഒരു മീറ്റിംഗ് വീഡിയോ കോളിലൂടെ മാത്യുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു മീറ്റിങ്ങിൻ്റെ പർപ്പസ് തന്നെ സോങ്ഷൻ ഗ്രൂപ്പിലെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാനും കൂടാതെ തിക്കിത്തക്കനെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ടും കൂടെയായിരുന്നു. പിന്നീട് ഹൻമോനെയാണ് കാണിക്കുന്നത്. അവളുടെ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഡയറക്ടർ മിഷേൽ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. എന്നിട്ട് ഹൻമോൻ്റെ അടുത്ത് വളരെ റൂഡായിട്ട് സംസാരിക്കുകയാണ്. കൂടാതെ അവളുടെ ആക്ടിങ് കൊള്ളില്ലെന്നും എത്രയും പെട്ടെന്ന് ഇതൊക്കെ നന്നാക്കിക്കോണമെന്നും പറയുകയാണ്. ഹൻമോനിക്ക് ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ ആരാന്നാണ് വിചാരിച്ചേ? ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒരു പ്രൊജക്റ്റിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും എന്നൊക്കെ ഹൻമോണി ഡയറക്ടർ മിഷേലിൻ്റെ അടുത്ത് പറയുകയാണ്. മിഷേലിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ഹൻമോണിയുടെ ഒരുപാട് മോശം കാര്യങ്ങൾ ഹൻമോണിയുടെ അടുത്ത് അങ്ങോട്ടേക്ക് മിഷേൽ പറഞ്ഞു കൊടുക്കുകയാണ്. നീ എന്തൊക്കെ കൊള്ളരുതായ്മകളാണ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മര്യാദയ്ക്ക് നിൻ്റെ അഭിനയം ശരിയാക്കി അഭിനയിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ലെന്ന് തന്നെ ഞാൻ അവിടെ ചെന്ന് പറയും. ഇത് കേട്ടിട്ട് ഒട്ടും സഹിക്കാനാവാതെ ഹൻമോണി മിഷേലിനെ അടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. മിഷേൽ അവളെ തിരിച്ച് പിടിച്ച് നിർത്തിയിട്ട് അവളുടെ കഴുത്തിന് പിടിക്കുകയാണ്. ഞാൻ ദാമിയായിരുന്നെങ്കിൽ നിന്നെ ഇതുപോലെ ഇവിടെ ഇട്ട് കൊന്നേനെന്ന് പറയുകയാണ്. ഹൻമോണി ആ സമയത്ത് വീണ്ടും മിഷേലിൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. ആ സമയത്ത് മോനെ ശ്രദ്ധിക്കുകയാണ്. അവളെ തടയാനായിട്ട് മിഷേൽ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സംശയം തോന്നിയിട്ട് ഹൻമോണി തിരിഞ്ഞു നോക്കിയ സമയത്ത് അവിടെ ഒരുപാട് റിപ്പോർട്ടേഴ്സും ആ ഒരു ക്രൂ മെമ്പേഴ്സും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ സമയത്ത് ഹൻമോണിയെ മിഷേലായിട്ട് തന്നെ അവിടുന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷിക്കുകയാണ്. അതായത് ഹൻമോണി ശരിക്കും സിനിമയുടെ ഒരു സീന് പ്രാക്ടീസ് ചെയ്ത് നോക്കുമായിരുന്നു. വേറൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിശ്വസിപ്പിക്കുകയാണ്. പിന്നീട് സോങ്ചിങ് ഗ്രൂപ്പിലെ ആർട്ട് ഗാലറിയിലെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അവിടെ ആ ഒരു എക്സിബിഷന് മുന്നേ തന്നെ മിസ് ഗോ നല്ല വൃത്തിയായിട്ട് ആ ഒരു പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഡയറക്ടർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പെയിൻറ്റിങ്ങിനെ പറ്റി വേറെ ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് മിസ് ഗോ അത് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സിബിഷൻ അതുകൊണ്ട് തന്നെ സക്സസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഡയറക്ടർക്ക് മിസ് ഗോയെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ നല്ലതായിട്ട് വർദ്ധിക്കുകയാണ്. കൂടാതെ അവർക്ക് എന്ത് വേണം, നീ എന്ത് പറഞ്ഞാലും നിനക്ക് ഇപ്പോൾ ഞാൻ സാധിച്ചു തരും എന്ന ഡയറക്ടർ പറയുന്ന സമയത്ത് ഒരേ ഒരു തവണ സോങ്ചിൽ ഗ്രൂപ്പിലെ VIP റൂമിലേക്ക് എനിക്കൊന്ന് കയറണം എന്ന് മിസ് ഗോ ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് ഡയറക്ടർ പറയണം, വേറെ എന്ത് ചോദിച്ചിരുന്നാലും നിനക്ക് ഞാൻ സാധിച്ചു തരുമായിരുന്നു, പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് സാധിച്ചു തരാൻ പോലും സാധിക്കില്ല. അതെന്തുകൊണ്ടാണ് മിസ് ഗോ ചോദിക്കുന്ന സമയത്ത് ഡയറക്ടർ പറയാണ്, ആ ഒരു VIP റൂമിലേക്കുള്ള ആക്സസ് ചെയർമാൻ ഷിമ്മിന് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാത്രമേ അതിനുള്ള ആക്സസ് കാർഡ് ഉള്ളൂ, എൻ്റെ കയ്യിലില്ല. അപ്പം മിസ് ഗോ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ഏത് നേരം കയ്യിലിട്ടുകൊണ്ട് നടക്കുന്ന ഈ ഒരു ചാവിയോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്താണ് ഞെട്ടിക്കുന്ന സത്യം മിസ് ഗോ മനസ്സിലാക്കുന്നത്. അതായത് ഡയറക്ടറുടെ പേഴ്സണൽ ബാത്റൂമിൻ്റെ ചാവിയായിരുന്നു അവർ ഏതു നേരവും കയ്യിൽ കൊണ്ട് നടന്നിരുന്നത്. ഇതും കൂടി കേട്ടിട്ട്
മിസ് ഗോയ്ക്ക് ആകെ വട്ടാവുകയാണ്. കാരണം ബാക്കിയുള്ളവർ എല്ലാവരും അവരവരുടെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മിസ് ഗോയ്ക്ക് മാത്രം അവൾക്ക് കൊടുത്തിരുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇനി എന്ത് സംഭവിക്കും എന്നോർത്ത് അവിടെ ടെൻഷൻ അടിച്ചിട്ട് മിസ് ഗോ നിൽക്കുകയാണ്. പിന്നീട് മൂവി സെറ്റിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ചില കാര്യങ്ങൾ ദോഹ്യുക്ക് കേൾക്കുകയാണ്. അതായത് ആരോ ഒരാൾ ഒരുപാട് പൈസ ഓഫർ ചെയ്തതിന് ശേഷം ഇവിടുത്തെ ക്യാമറാസും ലൈറ്റിങ്സും കൂടാതെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഹയർ ചെയ്തിരിക്കുന്നത് വേറെ ആരോ ആണ് എന്ന് പറഞ്ഞ് കേൾക്കുകയാണ്. ആ സമയത്ത് ആ ഒരു സ്ഥലത്തെ ഓണർ അങ്ങോട്ടേക്ക് ഓടി വന്നതിന് ശേഷം ദോഹ്യുക്കിൻ്റെ അടുത്ത് പറയാണ്, ഇനി ഇവിടെ ഷൂട്ടിങ്ങും മണ്ണാങ്കട്ടയും ഒന്നും നടക്കില്ല, എല്ലാവരും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പൊക്കോണം എന്ന് പറയുകയാണ്. അപ്പോൾ ദോഹ്യുക്ക് ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ? ഫുൾ പൈസയും അഡ്വാൻസ് അടക്കം നിങ്ങൾക്ക് തന്നെയല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വന്ന് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയാണ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സോങ്ചിൻ ഗ്രൂപ്പിനെതിരെ പ്രവർത്തിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് കൂട്ട് നിൽക്കില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ എന്ന് പറയുകയാണ്. സ്ഥലം കാലിയാക്കിക്കോ എല്ലാവരും. അതിനുശേഷം റാഹി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ദോഹ്യുക്കിൻ്റെ അടുത്ത് പറയാണ്, സോങ്ചിൻ ഗ്രൂപ്പ് ഈ ഒരു സിനിമയ്ക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ബോർഡിൽ നിന്ന് അപ്രൂവൽ കിട്ടാതെ ഇനി ഒരിക്കലും നമുക്ക് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദോഹ്യുക്ക് ആ സമയത്ത് റാഹിയുടെ അടുത്ത് പറയാണ്, എങ്ങനെയാണേലും ഷൂട്ടിങ് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. ഇനി ബാക്കിയുള്ള 5 മണിക്കൂറത്തേക്ക് ഈ ഒരു ഷൂട്ടിങ് തീർത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവൻ പിന്നെ രക്ഷിക്കാനായിട്ട് എനിക്കോ ആർക്കോ സാധിക്കില്ല. റാഹി ഇത് കേട്ടിട്ട് വളരെയധികം ടെൻഷനാവാണ്. ഒന്ന് ആലോചിച്ച ശേഷം കങ്ങിനെ വിളിച്ചിട്ട്, നീ പറഞ്ഞ കാര്യത്തിന് എനിക്ക് സമ്മതമാണ്, നീ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്തോളാം എന്ന് റാഹി സമ്മതിക്കുകയാണ്. പിന്നീട് ചെയർമാൻ ഷിമിൻ്റെ വീട്ടിൽ ഡോക്ടർ ചായയാണ് കാണിക്കുന്നത്. അവരിതുവരെ അവർക്ക് കൊടുത്ത ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നാം അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. നാം അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ചെയർമാൻ ഷിമ്മിന് മരുന്ന് കൊണ്ട് ഒരു ലേഡി അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ തട്ടിയിട്ടതിന് ശേഷം ആ മരുന്ന് അയാൾ താഴെയിടുകയാണ്. കൂടാതെ ആ ഒരു മെയ്ഡിൻ്റെ കയ്യിൽ ചെറിയൊരു മുറിവും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാമായിട്ട് പറയാണ് ചായയുടെ അടുത്ത് ഡോക്ടർ ചായയുടെ അടുത്ത് പറയാണ് എത്രയും പെട്ടെന്ന് ചെയർമാൻ ഷിമ്മിന് മരുന്ന് കൊണ്ട് കൊടുക്കുകയെന്ന്. അങ്ങനെ ഡോക്ടർ ചാ മരുന്ന് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ആരും കാണാതെ മരുന്നിലേക്ക് എന്തൊക്കെയോ ചേർക്കുന്നുണ്ട്. ചെയർമാൻ അത് കുടിക്കുന്നുമുണ്ട്. പക്ഷേ അത് കുടിച്ച് തീർന്നതിന് ശേഷം ചെയർമാൻ നോക്കുന്ന സമയത്ത് ആ ഒരു പാത്രം കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ഡോക്ടർ ചാ ആ ഒരു മരുന്നിൽ ആവശ്യമില്ലാത്ത എന്തോ കലർത്തിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആൾക്കാരോട് പറഞ്ഞതിന് ശേഷം ചായ വെളിയിലിറക്കുകയാണ്. അങ്ങനെ അവരുടെ മിഷനും ഫെയിലായിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് തിരിച്ചു കയറാനായിട്ട് ചാ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ നടക്കുന്നില്ല. ആ സമയത്ത് കങ്ങിൻ്റെ ആൾക്കാരെ അവിടേക്ക് വന്നതിന് ശേഷം ചായ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. പിന്നീട് മാത്യു അവരെ എല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. ഒരു മലമുകളിലേക്ക് എങ്ങോട്ടോ കൊണ്ടുവന്നതിന് ശേഷം ഡോക്ടർ ചായയും മിസ് ഗോയും കൂടാതെ റാഹിയും ഇവർ 3 പേരെയും ചങ്ങല ഉപയോഗിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ജിൻമോയും നാമും ഹൻമോണിയും ഒരു കുഴപ്പമില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് കൊടുത്ത മിഷൻ അവർ ഭംഗിയായിട്ട് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റവർ 3 പേര് അവർക്ക് കൊടുത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് മാത്യു ജിൻമോയോടും ഹൻമോനോടും ഒക്കെ പറയാണ്, ഇനി കണ്ടോ എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. തന്നിരിക്കുന്ന മിഷൻ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അനുഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലേ, നിങ്ങളിപ്പോൾ കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ആ ഒരു മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് അവരെ 3 പേരെ മാത്യു ഇപ്പോൾ കൊല്ലും എന്നൊരവസ്ഥയാണ് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ 3 പേര് മാത്യുവിൻ്റെ മുന്നിൽ അപേക്ഷിക്കുകയാണ് അവരെ കൊല്ലരുത് എന്ന്. പക്ഷേ മാത്യുവിന് ഇതൊന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് മാത്യു ജിൻമോയുടെ അടുത്തൊക്കെ പറയാണ്, ഇനി നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ. നിങ്ങൾ 3 പേരും ആ കാണുന്ന വീപ്പകൾ തള്ളി താഴെ ഇടാം എന്ന് പറയാണ്. അവിടെ ശരിക്കും 2-3 വീപ്പകൾ ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു വീപ്പകൾ താഴെ പോയി കഴിഞ്ഞാൽ അവർ 3 പേരും അതിൻ്റെ ഒപ്പം തന്നെ താഴെ പോകും. കാരണം അവരെ കെട്ടിയിട്ടിരുന്ന ആ ഒരു ചങ്ങല എന്ന് പറയുന്നത് ആ ഒരു വീപ്പയായിട്ട് കണക്റ്റഡ് ആയിരുന്നു. പെട്ടെന്ന് ആ സമയത്ത് അവിടേക്ക് കങ്ങ വരികയാണ്. കങ്ങ് വന്നതിന് ശേഷം പുറകിൽ നിന്ന് ദോഹ്യുക്ക് വന്നിട്ട് ദോഹ്യുക്ക് കങ്ങിൻ്റെ കാറിൽ പരിശോധിക്കുകയാണ്. അങ്ങനെ കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് ഒരു ഷൂ ദോഹ്യുക്കിന് കിട്ടുകയാണ്. ദോഹ്യുക്ക് നോക്കുന്ന സമയത്ത് അതേ ഷൂ തന്നെയായിരുന്നു ആ ഒരു ദിവസം ഇട്ടിരുന്നതെന്ന് അവന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവർ മറ്റുള്ളവർ 3 പേരുടെ ജീവിതത്തിന് വില കൊടുക്കാതെ സ്വന്തം ജീവിതത്തിന് വില കൊടുത്തതിന് ശേഷം ജിൻമോയൊക്കെ കൂടി ആ ഒരു വീപ്പകൾ തള്ളി താഴെയിടുകയാണ്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ അവർ 3 പേരും അതിൻ്റെ കൂടെ വെള്ളത്തിലേക്ക് വീഴുന്നില്ല. കാരണം അവർ നോക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് ആ ഒരു ചങ്ങല ആരോ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എന്താ നടക്കുന്നതെന്ന് മാത്യുവിന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് കങ്ങ് അവിടേക്ക് വന്നതിന് ശേഷം കങ്ങിൻ്റെ ആൾക്കാരെ എല്ലാവരും കൂടി ചേർത്തിട്ട് മാത്യുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അവസരം മുതലാക്കി എല്ലാവരും മാത്യുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അത് തടഞ്ഞുകൊണ്ട് ദോഹ്യുക്ക് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ആ സമയത്ത് ദോഹ്യുക്കിനെ ഗൺ പോയിന്റിൽ കങ്ങ് നിർത്തുകയാണ്. ദോഹ്യുക്ക് ആ സമയത്ത് പറയാണ്, എന്നെ ഇപ്പോൾ തന്നെ കൊല്ല്, കാരണം മാത്യുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും ജീവിച്ചിരിക്കില്ല. ആ സമയത്ത് കങ്ങ് ഒരു സിഗ്നൽ കൊടുത്തതിന് ശേഷം കങ്ങിൻ്റെ ആൾ പുറകിൽ നിന്ന് വന്നിട്ട് ദോഹ്യുക്കിനെ ബോധം കെടുത്തി അവിടെ ഇടുകയാണ്.
ആ ഒരു ബഹളത്തിൻ്റെ ഇടയ്ക്കും സ്വന്തം ജീവൻ നോക്കിക്കൊണ്ട് അവർ 6 പേരും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്യു ഈ സമയത്ത് ആ ഒരു മലയുടെ അറ്റത്തായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. കങ് ആ സമയത്ത് അങ്ങോട്ടേക്ക് ഓടി വന്നതിന് ശേഷം മാത്യുവിനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു വെള്ളത്തിലേക്ക് ചാടുകയാണ്. ആ സമയത്ത് സീൻ ഷിഫ്റ്റായിട്ട് വേറൊരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുകയാണ്. ആ ഒരു സ്ഥലത്ത് ഒരാളെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ആ അയാളെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഒരുപാട് നാളായിട്ട് അവിടെ ലോക്കായി കിടക്കുന്ന ഒരാളെ പോലെ. അയാളിങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ ചുറ്റും ഭിത്തിയിലൊക്കെ ഓരോന്നോരോന്ന് എഴുതി കൂട്ടുന്നുണ്ടായിരുന്നു. കൂടാതെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മിസ്റ്റർ ലീയുടെയും കൂടാതെ മാത്യുവിൻ്റെയും നെഞ്ചിലുണ്ടായിരുന്ന പോലത്തെ ഒരു പാട് അദ്ദേഹത്തിൻ്റെ ദേഹത്തുള്ളതായിട്ടും നമുക്ക് കാണാം. അതേസമയം മാത്യുവും കൂടാതെ കങ്ങും ആ ഒരു വെള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്യു അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്ന സമയത്ത് കങ്ങ് ഗണ്ണ് ഫയർ ചെയ്തതിന് ശേഷം മാത്യുവിൻ്റെ അടുത്ത് അവിടെ നിൽക്കാനായിട്ട് പറയാണ്. മാത്യു തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ചോദ്യം കങ്ങ് മാത്യുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ ആരാണ്? എന്തുകൊണ്ടായിരിക്കും കങ്ങ് ഈ ഒരു ചോദ്യം മാത്യുവിൻ്റെ അടുത്ത് ചോദിച്ചത്? ഈ ഒരു സീരീസിൽ തന്നെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റാണ് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.